ഷാജൻ സ്കറിയെ ആക്രമിച്ച CPM ഗുണ്ടയ്ക്കുള്ളത് നാട്ടുകാരും വീട്ടുകാരും കൈവിട്ട കഥ. സ്വഭാവദൂഷ്യം അറിഞ്ഞ മനംനൊന്ത് ഭാര്യ ഉൾപ്പെടെയുള്ളവർ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ദുർനടപ്പിന്റെ ഇരകളാണ്. കുടുംബത്തിലെ എല്ലാവർക്കും ഇയാൾ തലവേദനയാണ്. ഡോക്ടറായ മുത്തച്ഛനിൽ തുടങ്ങുന്ന പാരമ്പര്യം. അച്ഛൻ അധ്യാപകനാണ്. പക്ഷേ മകനിഷ്ടം വഴിതെറ്റിയുള്ള യാത്രകളാണ്. അതിപ്പോഴും തുടരുന്നു. അതാണ് തൊടുപുഴയിലെ മങ്ങാട്ട് കവലയിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനിടെ ഷാജൻ സ്കറിയെ ആക്രമിച്ചവരെ ഉടൻ പിടികൂടണമെന്ന നിർദ്ദേശം ഇടുക്കി പോലീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇത്. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടിയ ജോജു ജോർജ് സിനിമയായ പണിയിലെ പിള്ളാരെ പോലെയാണ് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ സ്വഭാവം. എന്തും ചെയ്യും. ഒരു കണ്ണിൽ ചോരയുമില്ല. +2 തുടങ്ങിയ പ്രണയം വിവാഹത്തിലെത്തി 2 മാസം കൊണ്ട് അനുഷ ഈ ലോകത്തു നിന്ന് മാഞ്ഞത് അതുകൊണ്ടാണ്. പണി എന്ന സിനിമയിൽ ആനപ്പകയാണ് ഇതിവൃത്തമായി കാണിക്കുന്നത്. തന്റെ ക്രൂരതയെ എതിർത്ത യുവതിയോട് കാണിക്കുന്ന ആനപ്പകയാണ് ആ സിനിമ. പോലീസ് തിരഞ്ഞു നടക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ആനപ്പക സൂചിപ്പിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി. ഏറെ കേസുകൾ ഉണ്ടായിട്ടും കാപ്പ കേസിൽ ഇയാൾ കുടുങ്ങാത്തത് ഭരണകൂട സഹായം കൊണ്ട് മാത്രമാണ്. എങ്ങനെയും നല്ല വഴിക്ക് മാത്യൂസിനെ എത്തിക്കാനായിരുന്നു സർക്കാർ കരാറുകാരനായ അമ്മാവന്റെ ശ്രമം. അങ്ങനെയാണ് വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരനായി മാറിയത്. ഇപ്പോൾ ആ നല്ല മനസ്സുള്ള അമ്മാവനും വേദനിക്കുകയാണ്. ആർക്കും നേരെയാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഭാര്യയായ അനുഷയുടെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ അകത്തു കിടക്കുമായിരുന്ന ക്രിമിനലാണ് തൊടുപുഴയിൽ പ്രതിസന്ധിയായി മാറുന്നത്. മോഹൻലാലിന്റെ അതിവിശ്വസ്തനാണ് ആന്റണി പെരുമ്പാവൂർ. തൊടുപുഴയിൽ ആശീർവാദ് സിനിമാസ് തിയേറ്റർ തുറക്കുന്നു. ഇവിടെ സിനിമ കാണാനെത്തിയ മാത്യുവിനോട് വാഹനം അല്പം ഒന്ന് മാറ്റിയിടാൻ സെക്യൂരിറ്റി ആവശ്യപ്പെട്ടു. ഇതിന് പ്രതികാരമായി അയാളെ തല്ലിച്ചതച്ചു. പ്രതിരോധിക്കാനായി മാത്യൂസിനെ പിടിച്ചു തള്ളേണ്ടി വന്നു ആ സെക്യൂരിറ്റിക്ക്. അങ്ങനെ വീണ മാത്യുവിന്റെ കൈയൊടിഞ്ഞു. ഇതിന്റെ പേരിൽ സമരം നടത്തി 2 ദിവസം ആ മൾട്ടിപ്ലക്സ് അടച്ചിടിപ്പിച്ച രാഷ്ട്രീയ കരുത്തുള്ള ക്രിമിനലാണ് മാത്യൂസ്. സിസിലി ബാറിൽ പാതിരാത്രി ബിയർ ചോദിച്ചെത്തിയതും ഇല്ലെന്ന് മറുപടി പറഞ്ഞതിനും കാട്ടിക്കൂട്ടിയ അക്രമവും ഏവരെയും ഞെട്ടിച്ചിരുന്നു. ഇതടക്കമുള്ള കേസുകൾ ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പാക്കിയത് പരാതിക്കാരുടെ കൈയും കാലും പിടിച്ചാണ്. ഇത്തരത്തിൽ നിരവധി കേസുകൾ ഒതുക്കി തീർത്തു. ഇങ്ങനെ അടിയും പിടിയുമായി നടന്നാൽ ശരിയാകില്ലെന്ന ഉദ്ദേശത്തിലാണ് അമ്മാവൻ സർക്കാർ കരാറുകൾ പിടിച്ചുകൊടുത്തത്. അതുപയോഗിച്ച് തിരുവനന്തപുരത്ത് മറ്റൊരു മാഫിയ ഉണ്ടാക്കുകയായിരുന്നു മാത്യൂസ്. വെറും 27 വയസ്സായപ്പോൾ തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കിയ വ്യക്തി. ഇയാളാണ് ഷാജൻ സ്കറിയെയും പിന്തുടർന്ന് ആക്രമിച്ചത്. ഷാജൻ സ്കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് 5 പേർ ചേർന്നെന്ന് പോലീസ് FIR പറയുന്നുണ്ട്. ആരുടെയും പേര് FIRൽ ഇല്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഷാജൻ സ്കറിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് FIR പറയുന്നു. ശനിയാഴ്ച രാത്രി 6:40-നായിരുന്നു ആക്രമണം. ഭാരതീയ ന്യായ സംഹിതയിലെ 182(2), 190, 191(1), 191(2), 191(3), 115(2), 351(2), 126(2), 110 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ FIR പോലീസ് ഇട്ടിട്ടുണ്ട്. വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് മാത്യൂസിന് ഊരാക്കുടുക്കായി മാറും. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ അക്രമം നടത്തിയെന്നാണ് FIRൽ പറയുന്നത്.